വളാഞ്ചേരി അത്തിപ്പറ്റയിൽ പ്രവാസിയുടെ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. അത്തിപ്പറ്റ പുന്നാംചോല റോഡിൽ പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഷെയ്ഖ് മുഹമ്മദ് കുടുംബസമേതം വർഷങ്ങളായി വിദേശത്താണ് താമസം. നാട്ടിൽ പഠിക്കുന്ന മകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കഴിഞ്ഞ 29-ന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും മോഷണം നടന്ന വീട്ടിലെത്തിയിരുന്നുവെന്നും 29-ന് ശേഷമാണ് മോഷണം നടന്നതെന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത്. പെര പൂട്ടിക്കെടുക്കുന്നു. 29-ാം തീയതിക്ക് ശേഷം പെര വീട് അടച്ചെടുക്കുന്നു. അപ്പൊ അവരിന്നലെ പഠിക്കുന്നോടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ചുമ്പോൾ നോക്കിയപ്പോൾ ബാക്കിലെ ഡോറ് പോയി നോക്കുമ്പോൾ ബാക്കിലെ ഡോറിന്റെ പലക എടുത്ത് കാണാൻ വിട്ടു. അപ്പോഴാണിത് ഈ കാരം ഈ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് മനസ്സിലായത്. എന്തൊക്കെ സാധനങ്ങൾ മോഷണം കുറച്ച് ഗോൾഡ്, 2 വാച്ച്, ഒരു ചെറിയൊരു ക്യാമറ ആണ് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടുള്ളത്. ഇതിന്റെ ശരിക്കുള്ള ഉടമസ്ഥർ ഗൾഫിലാണ്. ഇനി കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അവർക്കേ അറിയുള്ളൂ. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി.